ഹലോ ക്ലാസ് 6 ഫാമിലി. സോ എൻ്റെ മക്കളെല്ലാവരും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ആയിക്കഴിഞ്ഞാലും ഷോർട്സിലൂടെ ആയിക്കഴിഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓണം എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. ഇപ്പോൾ ദേ സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, നിങ്ങളിതേ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഓണം എക്സാമും കാര്യങ്ങളൊക്കെ വന്നു. നിങ്ങൾക്ക് ഓണം എക്സാമിന് കുറച്ചധികം ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. സോ നിങ്ങളുടെ ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓണം എക്സാം ആണ്. ഓണം എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഓഗസ്റ്റ് 20th നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 27th വരെയാണ് എക്സാം ഉള്ളത്. ദെൻ 29ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യും, സ്കൂളൊക്കെ ക്ലോസ് ചെയ്ത് 10 ദിവസം നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഓണമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓണം എക്സാം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എഴുതണ്ടേ. ഓക്കെ, അപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുള്ളൂ. ആ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന എക്സാംസിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ വെറുതെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പം നിങ്ങളിങ്ങനെ ഒരു എളുപ്പവഴിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഒന്നും കൂടി ആദ്യം മുതൽ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങേണ്ടി വരും. അപ്പോൾ ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം? ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി പഠിക്കുകയാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് എക്സാം, ഇനി നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓവർ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സും കോൺസെപ്റ്റ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാനും പിന്നെ എക്സാംസിലൂടെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ യുവ ബാച്ച് ഉള്ളത്. സോ നമ്മുടെ എക്സാം ഇന്നറിന്റെ യുവ ബാച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് ടീച്ചേഴ്സിനോട് ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ദെൻ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ PDF നോട്ട്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ നോട്ട്സിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ഉള്ളതായിരിക്കും നമ്മുടെ PDF നോട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ടായിരിക്കും. സോ ഇതിലൂടെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടും. കാരണം നമുക്ക് ഓരോ എക്സാംസിന് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ന ടോപ്പിക്കാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ മതിയാവൂ. നിങ്ങൾക്ക് സിലബസ് മാറിയിരിക്കുകയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ തന്നെ സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉള്ളത്. നിങ്ങൾ ഇനി ഉണ്ടാക്കി സമയം കളയണ്ട, നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ നെക്സ്റ്റ് ആണ് ചാപ്റ്റർ വൈസ് എക്സാംസ്. ഇപ്പോൾ എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാം കുറേ തവണ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനോടുള്ള പേടി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. മോഡൽ എക്സാമിന് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ മതി നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിച്ച് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ യുവ ബാച്ചിൻ്റെ ഫീ വരുന്നത് 2499 ആണ്. ഇത് നിങ്ങൾക്ക് ക്ലാസ് 4 കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീസാണ്, ഒരു മാസത്തേക്ക് ഉള്ളതല്ല. ഓക്കെ, അതായത് നിങ്ങൾ 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് എക്സാം ഇന്നറിന്റെ യുവ ബാച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സോ അഡ്മിഷൻ ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. കുറേ പേരുടെ ഡൗട്ടാണ് ഇത്രയായല്ലോ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി ഏത് ഓണം എക്സാം ആയിക്കഴിഞ്ഞാലും ക്രിസ്മസ് എക്സാം ആയാലും മോഡൽ എക്സാംസ് ആയിക്കഴിഞ്ഞാലും ഒരു ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ യുവ ബാച്ചിൽ സെറ്റാണ്. സോ ഇനി സമയം കളയേണ്ട, താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം.